ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ ഫോളിനെ പറ്റിയാണ്. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നത്തെ കാലത്തെ ഒരു കപട പ്രചാരണത്തെ പറ്റിയാണ്. എന്താണെന്നല്ലേ? യൂസ് ഹെയർ ഓയിൽ ഫോർ ഹെയർ ഫോൾ. എല്ലാവർക്കും ഹെയർ ഫോൾ ഉണ്ടാകുന്നത് ഒരേ കാരണം കൊണ്ടാണോ? വ്യത്യസ്ത കാരണമാണെങ്കിൽ എന്തിന് കേരളത്തിലെ എല്ലാവരും ഫേമസ് ആയ ഒരേ തരത്തിലുള്ള ഹെയർ ഓയിലുകൾ ഉപയോഗിക്കണം? ഒരു സിംഗിൾ ഹെയർ ഓയിൽ മാത്രം ഉപയോഗിച്ച് ഇന്നേ വരെ ആരുടെയെങ്കിലും മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടോ? ഹെയർ ഓയിലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സപ്ലിമെൻറ്റ് ഗമ്മീസ്, ഹെയർ പാക്ക്, ഇങ്ങനെ നിരവധിയുണ്ട് വിപണിയിലും യൂട്യൂബിലും. ഈ മെഡിസിൻ എടുക്കൂ, നിങ്ങളുടെ ഹെയർ ഫോൾ ഇല്ലാതാവും. ഈ ഹെയർ ഓയിൽ അല്ലെങ്കിൽ ഹെയർ പാക്ക് ഉപയോഗിക്കൂ, നിങ്ങളുടെ മുടി പനങ്കുല പോലെ വളരും. ഇങ്ങനെയൊക്കെയുള്ള ആകർഷണമായ ടൈറ്റിൽസ് കാണുമ്പോൾ നമ്മൾ മലയാളികൾ നിവൃത്തികേട് കൊണ്ട് ഈ ചതിക്കുഴിയിലേക്ക് മൂക്കുകുത്തി വീഴുകയാണ്. നിവൃത്തികേട് മാത്രമല്ല കാരണം, മലയാളികൾക്ക് ജന്മസിദ്ധമായി കിട്ടിയ മടിയും ഒരു ഫാക്ടറാണ്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ദിവ്യമായ ടാബ്ലറ്റ് ഓർ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ പ്രശ്നം നിൽക്കണം. അല്ലാതെ എന്തുകൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിൽ വന്നു എന്നാരെങ്കിലും അന്വേഷിച്ച് കൃത്യമായി ക്ഷമയോടെ മരുന്നെടുത്തിട്ടുണ്ടോ? ഇനി നേരത്തെ പറഞ്ഞ കളർഫുൾ കുപ്പികളിൽ വരുന്ന ഹെയർ ഓയിലിൽ ശരിക്കും സത്യമുണ്ടോ? നമുക്ക് നോക്കാം. ഹെയർ ഫോൾ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാകുന്നു എന്ന് ആദ്യം അറിയണം. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദ കോസസ് ഓഫ് ഹെയർ ഫോൾ. ആയുർവേദം പ്രകാരം ത്രിദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യത്തിന് കാരണം. ഇതിനെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ മനുഷ്യൻ രോഗിയായി തീരുന്നു. സോ വാതദോഷത്തിനെ കൂട്ടുകയും അതുമൂലം ഹെയർ ഫോൾ ഉണ്ടാവുകയും ചെയ്യുന്ന കാരണങ്ങൾ നോക്കാം. ഒന്നാമതായി, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, എസ്പെഷ്യലി പ്രോട്ടീൻ, സിങ്ക്, അയേൺ, വിറ്റാമിൻ B12, വിറ്റാമിൻ D ആൻഡ് കാൽസ്യം. രണ്ടാമതായി, അമിതമായുള്ള ഡയറ്റിംഗ് ഓർ ഫാസ്റ്റിംഗ്. മൂന്നാമതായി, അമിതമായുള്ള വ്യായാമം അല്ലെങ്കിൽ കായികാധ്വാനം. നാലാമതായി, മാനസിക കാരണങ്ങളായിട്ടുള്ള സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഉറക്കക്കുറവ് നിങ്ങൾക്കുണ്ടോ? മുടി കൊഴിച്ചിലുണ്ടാവും. അടുത്തതായി, ദീർഘകാലമായി നിങ്ങൾ എന്തെങ്കിലും അസുഖബാധിതനാണോ? നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. ഇപ്പോൾ വാദത്തെ കൂട്ടുന്ന കാരണങ്ങൾ മനസ്സിലായി. ബട്ട് നിങ്ങൾക്ക് വാദപ്രധാനമായിട്ടുള്ള മുടി കൊഴിച്ചിലാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? സിമ്പിളാണ്, ലക്ഷണങ്ങളിലൂടെ. അപ്പോൾ വാദപ്രധാനമായ മുടികൊഴിച്ചിലുള്ള ഒരാളിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ പ്രകടമാവും എന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം, ഗ്രാജുവലായാണ് ഹെയർ ഫോളിംഗ് ഉണ്ടാകുന്നത്. അതായത് ഒറ്റയടിക്ക് മൊത്തം കൊഴിഞ്ഞു പോകാതെ പയ്യെ പയ്യെ മുടി കൊഴിച്ചിലിൻ്റെ തോത് കൂടുന്നു. മുടി കൂടുതൽ കൊഴിയുന്നത് മുടി ചീകുമ്പോൾ അല്ലെങ്കിൽ കുളി കഴിഞ്ഞ് തല തുടയ്ക്കുമ്പോഴാണ്. രണ്ടാമത്തെ ലക്ഷണം, ഈ കൊഴിഞ്ഞു പോകുന്ന മുടി വളരെ ഡ്രൈ ആയിരിക്കും. സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവും. മാത്രമല്ല മുടി പൊട്ടിപ്പോവുകയും ചെയ്യും. മുടി മാത്രമല്ല ഡ്രൈ ആവുന്നത്, തലയോട്ടി അഥവാ സ്കാൽപ്പും ഡ്രൈ ആകും. അതിൻ ഫലമായി ചിലപ്പോൾ ചെറിയ ചൊറിച്ചിലും വെളുത്ത താരനും ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങൾ തലയിലെ മാത്രമാണ്. എന്നാൽ ചില ആൾക്കാരിൽ മറ്റ് ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അവ ഏതൊക്കെയാണെന്നാൽ, കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം, ബോഡി ഡ്രൈനസ്, അമിതമായ ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ശരീരഭാരം കുറയുക. ഇനി നമുക്ക് വാതികമായ മുടികൊഴിച്ചിലിൻ്റെ ചികിത്സയിലേക്ക് കടക്കാം. വാതികമായിട്ടുള്ള മുടികൊഴിച്ചിൽ ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് കാരണങ്ങളെ ഇല്ലാതാക്കുകയാണ്. സോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വിറ്റാമിൻ B12, വിറ്റാമിൻ D എന്നിവയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് മനസ്സിലാക്കി സപ്ലിമെൻറ്റ്സ് എടുക്കുക. നന്നായി ആഹാരം കഴിക്കുക. ആഹാരത്തിൽ ഗുഡ് ഫാറ്റ്സ് ലൈക്ക് ഗീ, ബട്ടർ ഉൾപ്പെടുത്തുക. മിൽക്ക്, എഗ്ഗ് ബെസ്റ്റാണ്. എന്തുകൊണ്ടെന്നാൽ ആയുർവേദം പ്രകാരം ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 7 ധാതുക്കൾ കൊണ്ടാണ്. അതിലൊരു ധാതുവായ അസ്ഥിധാതുവിൻ്റെ ഉപധാതുവാണ് മുടി എന്ന് പറയുന്നത്. സോ ബോൺ ഹെൽത്ത് മുടിയുടെ ഹെൽത്തുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ വാദത്തിനെ കൂട്ടുന്ന അമിതമായ വ്യായാമം, ടെൻഷൻ, ദീർഘകാലമായുള്ള മറ്റ് അസുഖങ്ങൾ, വാതികമായ ഡാൻഡ്രഫ് എന്നിവ ഉണ്ടെങ്കിൽ അതാദ്യം മാറ്റുക. ശേഷം
ചികിത്സയുടെ ആദ്യ പടിയായി വാദത്തിൻ്റെ രൂക്ഷത കുറയ്ക്കാൻ തലയിൽ ഭൃംഗരാജ തൈല, നീലിഭൃംഗാദി തൈല എന്നിവ ചെറുതായി ചൂടാക്കിയ ശേഷം ഡെയിലി പുരട്ടാവുന്നതാണ്. അതിനോടൊപ്പം അമിതവണ്ണം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ മലമൂത്ര വിസർജനത്തിന് ശേഷം വിശപ്പ് വന്നതിന് ശേഷം മാത്രം രാവിലെ 1 ടീസ്പൂൺ നാരസിംഹ രസായനം കഴിക്കുക. ഓർക്കുക, രസായനം കഴിച്ചതിന് ശേഷം വീണ്ടും വിശപ്പ് വന്നതിനു ശേഷം മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവൂ. ആഴ്ചയിലൊരിക്കൽ ഹെയർ പാക്കിനായി ബല, ഇരട്ടി മധുരം, ശതാവരി, അശ്വഗന്ധ തുടങ്ങിയ ചെടികളുടെ ചൂർണം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ശേഷം നിത്യം തല കഴുകാനായി ദശമൂലം ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്കാൽപ്പിൽ മാത്രമല്ലാതെ മറ്റ് ശരീരഭാഗങ്ങളിലേക്കും വാദത്തിൻ്റെ പ്രഭാവം കാണാൻ സാധിച്ചാൽ മേൽപ്പറഞ്ഞ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. പകരം ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് വസ്തി പോലുള്ള ചികിത്സകൾ ചെയ്തതിന് ശേഷം മേൽപ്പറഞ്ഞ ചികിത്സകൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പിത്തപ്രധാനമായിട്ടുള്ള മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ നോക്കാം. ഒന്നാമതായി ഹോർമോണൽ ഇംബാലൻസ്, എസ്പെഷ്യലി തൈറോയിഡ് ഹോർമോൺ ഡിസ്ഫങ്ഷൻ, PCOD, ഹൈ DHT തുടങ്ങിയ പ്രശ്നങ്ങൾ. ഹാർഷായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജോലി ചെയ്യുന്നത്, യൂസ് ഓഫ് ഹാർഷ് കെമിക്കൽസ് ഓൺ സ്കാൽപ്പ്, എനി ഇൻഫ്ലമേറ്ററി സിസ്റ്റമിക് ഡിസീസസ്, ഹൈ ആങ്കർ, എക്സസീവ് ഇൻടേക്ക് ഓഫ് സ്പൈസി ഓർ സോർ ഫുഡ്, ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. സോ പിത്തം കൂടിയത് മൂലമാണോ മുടി കൊഴിയുന്നത് എന്നറിയാൻ ഈ പറയുന്ന സിംറ്റംസ് ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ, മുടി ബ്രൗണിഷ് റെഡ് അല്ലെങ്കിൽ ഡിസ്കളേർഡ് ആയിട്ട് മാറുക, ലൈക്ക് ചെമ്പൻ മുടി, തലയോട്ടിയിൽ പുകച്ചിലും ചുവന്ന പാടുകളും ചിലപ്പോൾ വേദനയും അനുഭവപ്പെടുക, അമിതമായ വിയർപ്പ് തലയോട്ടിയിൽ കാണുക, അകാലനര ബാധിക്കുക, വട്ടത്തിൽ പെട്ടെന്ന് മുടിയില്ലാതാകുക. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇനി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ലക്ഷണങ്ങൾ നോക്കാം. നെഞ്ചരിച്ചിൽ, ദേഷ്യം, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൽ വേഗം ചുളിവുകൾ വീഴുക തുടങ്ങിയവയാണ്. ഇനി പിത്തപ്രധാനമായ മുടി കൊഴിച്ചിൽ എങ്ങനെ ചികിത്സിക്കാം എന്ന് നോക്കാം. തലയിൽ പുരട്ടാനായി ശീതളമായിട്ടുള്ള തൈലങ്ങൾ വേണം ഉപയോഗിക്കാൻ. ഭൃംഗരാജ തൈല, ചന്ദനാദി തൈല, നിംബാദി തൈല തുടങ്ങിയവ ഉപയോഗിക്കാം. അകത്തേക്ക് കഴിക്കാനായി ആമലകീകൃതം ഉപയോഗിക്കാം. ശേഷം അവിപത്തി ചൂർണം ഉപയോഗിച്ച് മൃദുവായി വിരേചനം ചെയ്യണം. ശേഷം ഹെയർ പാക്കായി നെല്ലിക്ക, ഭൃംഗരാജ, കറ്റാർവാഴ തുടങ്ങിയ ചെടികൾ ഉപയോഗിക്കുക. ശേഷം നിത്യവും തല കഴുകാനായി തക്രം അഥവാ ബട്ടർ മിൽക്ക് ഉപയോഗിക്കാം. മേൽപ്പറഞ്ഞ ചികിത്സകൾ ആദ്യം പറഞ്ഞ ഹോർമോൺ തകരാർ മുതലായ കാരണങ്ങൾ മാറ്റിയതിന് ശേഷം വേണം തുടങ്ങാൻ. മറ്റ് ശരീരഭാഗങ്ങളെയും പിത്തം ബാധിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് മരുന്നുകളും തീവ്രമായ മറ്റ് ചികിത്സാ രീതികളും ഉപയോഗിക്കേണ്ടതായി വരും. അതിനായി അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കുക. ഇനി നമുക്ക് കഫപ്രധാനമായിട്ടുള്ള മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാരണം മലാസീസിയ ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഡാൻഡ്രഫാണ്. ഹൈപ്പോതൈറോയിഡിസം, PCOD പോലുള്ള ഹോർമോൺ കണ്ടീഷൻസും കാരണമാണ്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, എക്സസ് ഫ്രൈഡ് ആൻഡ് ഹെവി ഫുഡ്സ്, വൃത്തിയില്ലായ്മ, ഒബിസിറ്റി ആൻഡ് ഡയബറ്റീസ് തുടങ്ങിയ കാരണങ്ങളാൽ കഫം വർദ്ധിച്ച് മുടി കൊഴിച്ചിലുണ്ടാവാം. ഇങ്ങനെയുള്ള മുടി കൊഴിച്ചിലിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ്, ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന തരം ഡാൻഡ്രഫ്, സിവിയർ ആയിട്ടുള്ള ചൊറിച്ചിൽ, മുടി ഗ്രീസിയും ഭാരമുള്ളതായും തോന്നുക, സ്കാൽപ്പിന് കട്ടി വെച്ചതുപോലെയും തണുപ്പുള്ളതുപോലെയും തോന്നുക. ഇനി കഫം മറ്റ് ശരീരഭാഗങ്ങളെ ബാധിച്ചാൽ താല്പര്യമില്ലായ്മ, അമിതമായ ഉറക്കം, അമിതവണ്ണം, സൈനസൈറ്റിസ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. ആദ്യമായി നമ്മൾ രോഗകാരണത്തെ, അതായത് ശരീരത്തിൽ കഫം കൂട്ടുന്ന മേൽപ്പറഞ്ഞ കാരണങ്ങളെ ഇല്ലാതാക്കണം. ശേഷം നിലവിൽ ശിരസിൽ അടിഞ്ഞുകൂടിയ കഫത്തെ കളയാനായി അനുതൈല അല്ലെങ്കിൽ അപമാർഗക്ഷാര തൈല ഉപയോഗിച്ച് നസ്യം ചെയ്യണം. ഓർക്കുക,
മുൻപ് പറഞ്ഞതുപോലെയുള്ള തൈലങ്ങൾ ഇവിടെ ആദ്യമേ തലയിൽ പുരട്ടാനായി ഉപയോഗിക്കരുത്. അത് മുടി പൊഴിച്ചിലിനെ വേഗത്തിലാക്കുകയേ ഉള്ളൂ. പകരം ഹെയർ മാസ്കായി ത്രിഫല ചൂർണം, നെല്ലിക്ക, വേപ്പ് എന്നിവ ഉപയോഗിക്കുക. ശേഷം നിത്യവും തല കഴുകാനായി ത്രിഫല അല്ലെങ്കിൽ വേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക. ഈ ചികിത്സകൾക്ക് ശേഷം മാത്രം കുറഞ്ഞ അളവിൽ ത്രിഫലാദി തൈല, നിംബാദി തൈല തുടങ്ങിയവ ഉപയോഗിക്കുക. ഓർക്കുക, പരസ്യത്തിൽ കാണുന്ന മറ്റ് തൈലങ്ങൾ ഈ പേഷ്യൻറ്റിൽ ഉപയോഗിച്ചാൽ അസുഖം കൂടും. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ കഫം ബാധിച്ചിട്ടുണ്ടെങ്കിൽ വമനം പോലുള്ള ചികിത്സകൾ ആയുർവേദ ഡോക്ടറെ കണ്ട് ചെയ്തതിന് ശേഷം മേൽപ്പറഞ്ഞ ചികിത്സ ഉപയോഗിക്കുക. ഇത്രയും നേരം വിവരിച്ചതുപോലെ രോഗകാരണത്തെയും ദോഷത്തിനെയും ശ്രദ്ധിക്കാതെ പരസ്യത്തിൽ കാണുന്ന ഹെയർ ഓയിൽസ് വാങ്ങി ഉപയോഗിച്ചാൽ അസുഖം ഭേദമാവുകയുമില്ല, പകരം വഷളാവുകയും ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.